ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വർക്കിലേക്ക് സ്വാഗതം. ഇതൊരു 2 പേരടങ്ങിയ ഒരു പിക്ചറാണ്. ഇതിൽ നമ്മൾ 2 പേരും ഒന്നിച്ച് വരച്ചു കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും എന്നതുകൊണ്ട് 2 വീഡിയോ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഇയാളെ പെയിൻറ്റ് ചെയ്യും. ഇത് നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്തതിന് ശേഷം വെള്ളം കൊണ്ട് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്യും. അതുമെയാണ് ഈ ഓറഞ്ച് വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ ഓറഞ്ച് അല്ല, റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തുള്ള ഓറഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പിക്ചറിൽ അധികമായിട്ട് ഹൈലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പേപ്പർ വൈറ്റ് അധികം വിടണില്ല. കവിളത്തൊരു ചെറിയ പോയിൻറ്റും മൂക്കിന് തമ്മിലത്തെ ചെറിയ പോയിൻറ്റ് മാത്രമേ ഹൈലൈറ്റ് ആയി വിടുന്നുള്ളൂ. ബാക്കി മൊത്തത്തിൽ നമ്മൾ ഈ ഓറഞ്ച് ആണ് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാഷിങ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ആദ്യം വെള്ളം കൊണ്ട് വന്നിട്ട് വാഷ് ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തേക്കൊക്കെ പെയിൻറ്റ് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രം. പിന്നെ ഒരു കാര്യം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഒരു ഫിഗർ ശരിക്കും അതിൻ്റെ ലൈക്ക്നെസ് കിട്ടുന്നത് മൂക്കിൻ്റെ ഭാഗം വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ആ ഭാഗം നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. നമ്മളെപ്പോഴും സാവകാശം വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വേറെ ആയിരിക്കും. ധൃതി പിടിച്ച് ചെയ്താൽ ചിലപ്പോൾ സ്കെച്ചും ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതിൽ വല്ലാതെ കളറുകളായിട്ട് കൂടുതൽ കളിക്കണമെന്നില്ല. കാരണം കിട്ടിയ പിക്ചർ അങ്ങനെയാണ്, അധികം കളറുകളൊന്നും അതിലില്ല. ഈ ഓറഞ്ചിൻ്റെ ഡാർക്കും പിന്നെ ഹൈ ഡാർക്കും അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ണട ഉണ്ട്. കണ്ണടം അധികം ലെയറുകളൊന്നുമില്ല. ചില കണ്ണടയുടെ മുകളിൽ ലൈറ്റ് വീണിട്ട് അതിന് കുറേ ലെയറുകളൊക്കെ ഉണ്ടാവും. കുറച്ച് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണത്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഇതിന് അങ്ങനെയൊന്നുമില്ല, ഗ്ലാസിൻ്റെ ഫ്രെയിം മാത്രമേ ഉള്ളൂ. നമ്മൾ റെഫറൻസിന് ഉപയോഗിക്കുന്ന ചിത്രത്തെ ഇതിനനുസരിച്ചിരിക്കും നമ്മുടെ വർക്കും. നല്ല ചിത്രമാണെങ്കിൽ നല്ലപോലെ വർക്ക് ചെയ്യാം. നമ്മൾ പോർട്രേറ്റ് ആകുമ്പോൾ കിട്ടിയ ഫോട്ടോ അതേപോലെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമ്പോൾ നമ്മളതായി കളറും ഇതൊക്കെ വെച്ച് കൊടുത്താൽ ചിലപ്പോൾ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. പാർട്ടിക്കാരുടെ മൈൻഡ് അനുസരിച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ണട വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രെയിമൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. കൈ വിറയ്ക്കുക വളയാനൊക്കെ ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഭംഗി കിട്ടില്ല. പിന്നെ ചുണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചിലർ നോർമലായിട്ട് ചുണ്ട് പിടിക്കുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അതേപോലെ വരച്ചാൽ മതി. ചിലവർ ചുണ്ട് പ്രത്യേക ആക്ഷനിൽ പിടിക്കും. അപ്പോൾ ആ ഭാവം അതേപോലെ നമുക്ക് കിട്ടിയാലാണ് ആ ഫിഗറിൻ്റെ ഭാവം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ ഫോട്ടോ നോക്കിയിട്ട് അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് ലെയറാണ് നോക്കുന്നത്. സെക്കൻഡ് ലെയർ വെച്ചാൽ മറ്റേ ബ്രൗൺ തന്നെ അതിൽ കുറച്ചുകൂടി റെഡ് ചേർത്തിട്ട് ഒന്ന് ഡാർക്കാക്കി ഞാൻ വെക്കുന്നത്.
സെക്കൻഡ് ലെയറിൽ വല്ലാതെ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഒരു പാകത്തിന് വെള്ളം ചേർത്തിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ എൻ്റെ ഭാഗങ്ങൾ ആദ്യം വെച്ച ഓറഞ്ചിലേക്ക് നമ്മൾ ലയിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം വെച്ച ഓറഞ്ചാണ് ലേറ്റായിട്ട് വിടുന്നത്. ഓക്കെ. പറഞ്ഞ പോലെ കണ്ണിൻ്റെ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. ഇത് കണ്ണടയുടെ ഉള്ളിലെ ഭാഗങ്ങളായതുകൊണ്ട് ഒന്നുകൂടും ഡാർക്കാണ് ആ ഭാഗങ്ങൾ മാത്രം. കണ്ണിൻ്റെ അടിയിലെ ചുളിവുകളുണ്ട്, അതൊക്കെ സൂക്ഷിച്ച് വർക്ക് ചെയ്യുക. അതൊക്കെ ഈ ഒറ്റ കളറായിട്ട് തന്നെ ചെയ്യുന്നത്. കുറേ കളറായിട്ട് വെക്കുമ്പോഴാണ് നമുക്ക് കുറച്ചൊരു റിസ്ക് ഉള്ളത്. ഇത് മോണോക്രോം ചെയ്യുന്ന പോലത്തെ ഒരു പെയിൻറ്റിങ് ആണ്. സാധാരണ എല്ലാവരും വർക്ക് ചെയ്യുമ്പോഴും ഈ കണ്ണിൻ്റെ ഫിനിഷിങ് ഏറ്റവും ലാസ്റ്റേ ചെയ്യുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ഫിഗറിൻ്റെ പൂർണ്ണത എത്തിയെന്നാണ് പറയുക. മറ്റു ഭാഗങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ട് അവസാനം കണ്ണ് വർക്ക് ചെയ്യുന്ന പതിവ്. മൊത്തത്തിൽ ഓറഞ്ച് കൊണ്ട് ഷെയ്ഡ് വെച്ച് കൊടുക്കുക. മൂക്കിൻ്റെ അവിടുന്ന് കവിളത്തിൽ കൂടെ വരുന്ന ഒരു ചുളിവുണ്ട്, അത് രണ്ട് ഭാഗത്തും ഉണ്ടാവും. അത് ആ ഓറഞ്ചിൽ നമുക്ക് ഒന്നുകൂടും റെഡ് ചേർത്തിട്ട് ഒന്നുകൂടി ഡാർക്കാക്കി എന്നിട്ടാണ് വെച്ചിടുന്നത്. താടിയുടെ ആ ഭാഗത്ത് ഷെയ്ഡ് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലൈറ്റ് ഉണ്ട്. എന്നുവെച്ചാൽ ആ മീശയുടെ ഭാഗവും കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലൈറ്റ്. അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ പിക്ചർ നോക്കി ശ്രദ്ധിക്കണം. സെക്കൻഡ് ലെയർ ചെയ്യുമ്പോൾ മൊത്തത്തിലാണ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ കുറച്ച് വയസ്സായ ആൾക്കാരാകുമ്പോൾ താടിയുടെ അടിഭാഗത്ത് ചുളിവുകളും മടക്കുകളൊക്കെ ഉണ്ടാവും. അത് നഷ്ടപ്പെടാതെ വർക്ക് ചെയ്യണം. ചുണ്ട് കഴിഞ്ഞാൽ അതിന് നേരെ താഴത്ത് ചെറിയൊരു ലൈറ്റ് ഭാഗം ഇട്ടിട്ട് അതിൻ്റെ അടിയിലാണ് നമ്മൾ ഡാർക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചുണ്ടൊന്നിന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും വേണം, താടിയും ചുണ്ടിൻ്റെ ഇടയിലുള്ള ഭാഗം ഒന്ന് കുഴിഞ്ഞിരിക്കും വേണം. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കീഴ്ചുണ്ടിൻ്റെ അടിയിൽ ചെറിയൊരു വൈറ്റ് ലൈന് ഇങ്ങനെ കിടക്കും. അതിൻ്റെ അടിയിൽ താടിയുടെ അവിടുത്തെ കുഴി വർക്ക് ചെയ്യുക. പിന്നെ ഈ ഭാഗത്തെ ഷെയ്ഡ് അതും ഓറഞ്ച് ഒന്ന് ഡാർക്കാക്കിയാണ് വെച്ചിട്ടുള്ളത്. കവിളത്ത് ഈ ഭാഗത്തും ചെറിയൊരു ലൈറ്റ് ഉണ്ടാവും. മൊത്തത്തിൽ അങ്ങോട്ട് ഷെയ്ഡ് കൊടുക്കുന്നില്ല. കഴുത്തിൻ്റെ അവിടുത്തെ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തികേടാവും. കാരണം അവിടെ താടിയലിൻ്റെ അവിടെ താഴത്തേക്ക് വരുന്ന ഒരു അസ്ഥി, അതിൻ്റെ അവിടെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും വേണം. പിന്നെ നമ്മുടെ കഴുത്തിൽ
ചെറിയൊരു മുഴകളുണ്ടാവും പുരുഷന്മാർക്ക്. ആ മുഴയും കിട്ടണം. വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അത് അവിടെ ഒരു ബോറായിരിക്കും. അതുകൊണ്ട് സ്കെച്ച് വളരെ കറക്റ്റായിട്ടതിന് ശേഷം മാത്രം ആ ഭാഗങ്ങൾ വർക്ക് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ സ്കെച്ച് ചെയ്യുമ്പോൾ തന്നെ ഷെയ്ഡ് ഭാഗം മനസ്സിലാക്കിയിട്ട് സ്കെച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അധികം റിസ്ക് ഉണ്ടാവില്ല. കാരണം ആ ഷെയ്ഡുള്ള ഭാഗത്ത് മാത്രം ഡാർക്ക് വെച്ച് കൊടുത്താൽ മതി. പോർട്രേറ്റ് വർക്ക് പറഞ്ഞാൽ കുറേ ചെയ്തുള്ള എക്സ്പീരിയൻസാണ്. എന്ന് വെച്ചാൽ നമ്മൾ വരക്കണ ആരിനാണോ വരക്കണത് അത് അയാളായിട്ട് തോന്നണമല്ലോ, ഇല്ലാതെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ കുറേ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കണ്ടമാനം വർക്ക് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് വല്ലാതെ പൈസയ്ക്ക് വേണ്ടി മോഹിക്കാതെ കിട്ടുന്ന വർക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ശരിയായതിന് ശേഷം നമുക്ക് സാമ്പത്തികമായിട്ട് കിട്ടും, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും നല്ല വർക്കാണെങ്കിൽ. ചെവി വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം ചെവിയുടെ ഉൾഭാഗം പിന്നെ പുറത്തെ ഭാഗങ്ങൾ അതൊക്കെ എൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നത് തള്ളിയിട്ടായി തോന്നണം, പ്രൊജക്റ്റ് ചെയ്ത് പോകുമ്പോൾ പ്രൊജക്റ്റായിട്ടും തോന്നണം. മുടി ഡാർക്ക് ആണ് വേണ്ടത്. നമ്മൾ ആദ്യം ബ്രഷ് ഷാമ്പു എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തു. ആ വാഷ് ചെയ്യുന്നതിന് മുമ്പേ വെള്ളം കൊണ്ടൊന്ന് വെറുതെ ഒന്ന് വാഷ് ചെയ്തിന്. അതിന് മീതെ ബ്രഷ് ഷാമ്പു വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അത് വെള്ളത്തിലാണ് ലയിപ്പിക്കുകയാണ്. എന്നിട്ട് അത് നെറ്റത്തെ മറ്റേ ഓറഞ്ചിട്ട് ഒന്ന് വെറുതെ ബ്രഷ് കൊണ്ടുവന്നിട്ട് ലയിപ്പിക്കുന്നുണ്ട്. മേൽച്ചുണ്ടുമ ഒന്നുകൂടും ഡാർക്കാക്കണ്. എന്നിട്ട് ഡാർക്ക് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ലൈറ്റ് ഹാൻഡ് സൈഡ് വിടുന്നുണ്ട്. നമ്മളതിൽ കീഴ്ചുണ്ടും ആദ്യം നമ്മൾ ഓറഞ്ച് വെച്ച് കൊടുത്ത് അതിൻ്റെ പുറത്ത് ഓറഞ്ച് ഒന്നുകൂടും ഡാർക്കാക്കി വെച്ചാൽ ബ്രൗണ് ഓറഞ്ചിൽ മിക്സ് ചെയ്തിട്ട് അതാണ് വെച്ചിട്ടുള്ളത്. ബ്രൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ റെഡും കുറച്ച് ബ്ലൂവും ചേർത്തിട്ട് ബ്രൗൺ ഉണ്ടാക്കിയിട്ട് ആ ബ്രൗണാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ചെറിയൊരു ബ്രഷ് കൊണ്ട് വെള്ളമാക്കിയിട്ട് ഒന്ന് ലയിപ്പിക്കും.
ക്ഷമ ഉണ്ടെങ്കിൽ ഇത് നിസ്സാരമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ വേഗം പഠിക്കുകയും ചെയ്യും. ഇനി മീശയാണ് ചെയ്യുന്നത്. മീശ ആദ്യം ബ്രൗൺ വെച്ച് കൊടുത്ത് ഡാർക്കാക്കിയിട്ട് പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ലൈറ്റ് കൊണ്ട് അവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ആ ബ്ലൂ ഷെയ്ഡ് വെച്ച് കൊടുത്തിട്ട് അതിന്മേൽ ബ്രൗണും കൂടിയിട്ട് അത് ലയിപ്പിക്കുക ചെയ്യുന്നുണ്ട്. ഇതിന് മീതെ ഇനി ഫിനിഷിങ് വർക്ക് ഉണ്ട്. അത് ചെയ്താലാണ് മീശയുടെ ഒറിജിനാലിറ്റി കിട്ടുള്ളൂ. ഇപ്പോൾ ഡാർക്ക് ചെയ്യുന്നിടത്തൊക്കെ ആദ്യം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ചുണ്ടിനെ ഇതൊക്കെ അധികം വീഴാതെ നോക്കണം. കാരണം നമ്മൾ ചുണ്ട് വർക്ക് ചെയ്തതിൻ്റെ ആ ഡീറ്റെയിലൊക്കെ പോകും. അപ്പോൾ അത് ചുണ്ടിൻ്റെ രണ്ട് എൻഡിലും ഡാർക്ക് ചെറിയ രണ്ട് പോയിൻറ്റുകളുണ്ട്. ആ പോയിൻ്റ് വിട്ട് കളയരുത്. അത് ചുണ്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ നല്ലതാണ്. ഇപ്പോൾ മീശ വന്നപ്പോൾ ചുണ്ടിൻ്റെ ഷേപ്പ് മീശയിൽ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി അതിന് ഒന്നുകൂടി നമ്മൾ ഡാർക്ക് വെച്ച് കൊടുക്കും മീശയുടെ മീതെ. അപ്പോൾ അത് ക്ലിയറാവും. പിന്നെ മൂക്കിൻ്റെ ഹോളൊക്കെ വർക്ക് ചെയ്യാണ്ട്. ഇപ്പം മീശമ്മക്ക് വീഴണ ചെറിയ ലൈറ്റുകളുണ്ട്. അതാണ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് വിട്ടിട്ട് സൈഡിൽ ഇങ്ങനെ നമ്മൾ ഡാർക്ക് വെച്ചിട്ടുണ്ട്. ഡാർക്ക് എന്ന് വെച്ചാൽ സ്കാർലറ്റ് റെഡും പ്രഷർ ബ്ലൂ ചേർത്താൽ നമുക്ക് ഡാർക്ക് കിട്ടും. അതിൽ ബ്ലൂ അധികം കൂടുതൽ ചേർക്കരുത്. റെഡിൻ്റെ അത്ര ബ്ലൂ പാടില്ല. എന്നിട്ട് അതിലധികം വെള്ളം ചേർക്കാതെ ആണ് ഡാർക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മൂക്കിൻ്റെ ഹോള്. അത് കുറച്ച് കൂടുക കുറയുക ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഷേപ്പും രൂപവും ഒക്കെ മാറും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചിട്ട് സ്കെച്ചിൻ്റെ അതിൻ്റെ പോലെ തന്നെ കൊടുക്കണം. കൈ ഒന്ന് വരയ്ക്കുക തെന്നുക ചെയ്താൽ ഡാർക്കാണ് പോകും. നമ്മളെ സ്കിന്നിൻ്റെ മീതെ കയറി പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല എളുപ്പമുള്ളൊരു വഴി എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഹൈ ഡാർക്ക് എന്ന് വെച്ചാൽ കറുപ്പിന് തുല്യമായ കളർ നമ്മൾ മൂക്കിൻ്റെ ഹോളിൽ വെച്ച് കൊടുക്കരുത്. ആദ്യം നമ്മൾ മീശക്ക് ചെയ്ത പോലെ ഒരു ബ്രൗൺ കളർ കൂട്ടുക. എന്നിട്ട് ലൈറ്റാക്കിയിട്ട് മൂക്കിനോട് വെച്ച് കൊടുക്കുക. അതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്കത് കുറച്ച് വെള്ളം ചേർത്തിട്ട് വടിച്ചെടുക്കാൻ പറ്റും.
കറുപ്പ് ഡാർക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ബ്രൗൺ വെച്ചിട്ട് മൂക്കിനുള്ള വർക്ക് ചെയ്തതിന് ശേഷം അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മീതെ ഒന്നുകൂടും ഡാർക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്നും കൂടി എളുപ്പമാണ്. കാരണം അപ്പോൾ പുറത്തേക്കൊന്നും പോകില്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ചെയ്യാണ് കുറച്ചുകൂടി നല്ലത്. ഇനി മൂക്കിനകത്ത് ചുളിവൊക്കെ ഒന്നുകൂടും ഡാർക്കാക്കുന്നുണ്ട്. ആ മൂക്കും ആ ലൈനും തുടങ്ങണ അവിടെ മാത്രം ഒന്ന് കൂടുതൽ ഡാർക്കാക്കിയിട്ട് അടിയിലേക്ക് വരുമ്പോൾ ഒന്ന് ലൈറ്റാക്കി കൊടുക്കുക. കണ്ടോ, മൂക്കിൻ്റെ അവിടെ ആ ലൈന് തുടങ്ങണ അവിടെ മാത്രമാണ് ഒന്ന് ഡാർക്കാക്കിയത്. നമ്മൾ ആ മൂക്കിന് വെച്ച് കൊടുത്ത കളർ തന്നെ ഒന്ന് ലൈറ്റായിട്ട് വെച്ച് കൊടുത്താൽ മതി. മൂക്കിൻ്റെ ഉള്ളിൽ ചെയ്ത കളറില്ലേ അത് ഒന്നുകൂടി ലൈറ്റാക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അത് ഒന്നുകൂടി വെള്ളം ചേർത്തിട്ട് ഈ ലൈൻ ഒന്ന് അതിന് നീളം ഒന്ന് വരയ്ക്കാം. ഇതും കൈവിട്ട് പോവാതെ വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു A3 പേപ്പറിലാണല്ലോ വരയ്ക്കുന്നത്. A3 ഒരു ഫിഗർ മാത്രമാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാം. ഇത് 2 ഫിഗറുണ്ട്. അപ്പോൾ ചിത്രം വളരെ ചെറുതാവും. അപ്പോൾ അതിൻ്റെ കണ്ണുകളൊക്കെ വളരെ ചെറിയ കണ്ണുകളാവും. അപ്പോൾ അത് വളരെ സൂക്ഷിച്ചിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലൈക്ക്നെസ് പോവാതെ വളരെ ക്ഷമയോടുകൂടി വർക്ക് ചെയ്യണം. റെഡും ബ്രഷമ്പിളും ചേർത്തിട്ട് ഡാർക്ക് കളറാക്കിയിട്ട് ആ ഡാർക്കാണ് നമ്മൾ കണ്ണിന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതിന് മുമ്പേ ഒന്ന് ലൈറ്റ് കളറാക്കിയിട്ട് നമ്മൾ വെറുതെ ഒന്ന് കണ്ണിൻ്റെ അവിടെ വരയ്ക്കുക. ഇപ്പം മൂക്കിനോട് ചെയ്താൽ മതി. എന്നിട്ട് അത് ഓക്കെ ആയി കണ്ടതിന് ശേഷം അധികം വെള്ളം ചേർക്കാതെ ഈ സാധനം ടൈറ്റാക്കിയിട്ട് കണ്ണിൻ്റെ അവിടെ കണ്ട ലൈന് വരച്ചു കൊടുക്കുക. പിന്നെ കണ്ണിൻ്റെ മീതെ ചെറിയൊരു ചുളിവുണ്ടാവും. അത് നമ്മൾ ആദ്യം കണ്ണിന് വരച്ച ആ ബ്രൗൺ കളറായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് അധികം ഡാർക്ക് പാടില്ല. കണ്ണിൻ്റെ അവിടുത്തെ കറുപ്പിൻ്റെ അത്ര ഡാർക്ക് ആ ലൈനിന് പാടില്ല. ഇനി ഇതാണ് കണ്ണാട. കണ്ണാട വളവ് കറക്റ്റായിട്ട് വളവൊക്കെ വരണം, അല്ലെങ്കിൽ അത് ബോറായിരിക്കും. അപ്പോൾ അത് പതുക്കെ വരച്ചാൽ മതി. പിന്നെ നമ്മൾ ബ്രഷ് ഇങ്ങനെ കുത്തി കുത്തി വരയ്ക്കുമ്പോൾ അതിൻ്റെ ഏപ്പ് കാണാനും പാടില്ല. അതുകൊണ്ട് നേരത്തെ ചെയ്താൽ മതി തന്നെ ഡാർക്ക് കൊടുക്കുന്നിടത്തൊക്കെ ഒന്ന് ലൈറ്റാക്കിയിട്ട് ആദ്യം ഒന്ന് വരയ്ക്കുക. പിന്നെ ഡാർക്ക് അതിന് മീതെ കൂടെ തന്നെ വരച്ചാൽ മതി. അതാവും ഒന്നുകൂടി എളുപ്പം. ഈ കണ്ണാട ലൈന് മുകൾ ഭാഗം ഡാർക്കും അടിയിലേക്ക് ലൈറ്റുമാണ് അടിയിലത്തെ ലൈന്. അപ്പോൾ നമ്മൾ ആദ്യം മൊത്തത്തിൽ ഒന്ന് ലൈറ്റാക്കി വരച്ച് എന്നിട്ട് ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകൾ ഭാഗത്തെ ആ ഭാഗം മാത്രം ഒന്ന് കറുപ്പ് കൂട്ടി കൊടുക്കും. പിന്നെ കണ്ണാട സൈഡ് പേപ്പർ വൈറ്റ് വിടുക ചെയ്തിന് സൈഡ് ചെവിയിലേക്ക് പോണ ആ കാലിൻ്റെ ആ ഭാഗത്തെ ഭാഗങ്ങൾ. പിന്നെ കണ്ണാടയുടെ ഉള്ളിൽ കണ്ണിൻ്റെ ആ ഭാഗത്ത് ഒന്നുകൂടി ഡാർക്കാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്നാലേ അവന് കുഴിഞ്ഞ പോലെ തോന്നുള്ളൂ. പിന്നെ അവിടെ പുരികെ വരുന്ന ഭാഗവും ശ്രദ്ധിക്കണം.
ഇപ്പോൾ ആ കണ്ണടയുടെ കാല് ഡാർക്കാണ്. ആ കാലും ഫ്രെയിമും കൂടി ചേർന്നിടത്തൊരു വൈറ്റ് ഭാഗമുണ്ട്. ഇനി വീഡിയോ അധികം ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് ആ ഷർട്ടിൻ്റെ ആ കളറൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയാണ്. അതത്ര ഇമ്പോർട്ടൻ്റ് കാര്യമില്ലല്ലോ. പിന്നെ അതിന് കുറേ ലൈനുകളുണ്ട് ഷർട്ടിൻ്റെ. ആദ്യം നമ്മളൊരു ഓറഞ്ചല്ല സോറി റോസ് കളർ എടുത്തിട്ട് മൊത്തത്തിൽ ഒന്നാണ് വാഷ് ചെയ്തു. എന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ കണ്ണടക വരയ്ക്കാൻ ഉപയോഗിച്ച ഡാർക്ക് ഉണ്ടല്ലോ, ആ ഡാർക്ക് കളറിട്ട് ലൈനുകൾ ഇട്ട് ഒരു 2 വീതി കൂടിയ വരെ അതിൻ്റെ ഇടയിൽ 2-3 ചെറിയ വരകൾ. ഷർട്ടിൻ്റെ സ്റ്റിപ്പൊക്കെ നിൽക്കുന്ന ഭാഗത്തൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, മടക്കൊക്കെ. പിന്നെ ഇപ്പോൾ ചെയ്യുന്ന ഭാഗത്ത് അവിടെ ഒരു കറുപ്പ് വരാണ്ട്. ഇതാ ഈ ഭാഗത്ത് കറുപ്പാക്കിയാലാണ് മടങ്ങി നിൽക്കുന്ന പോലെ തോന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞ്. വർക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സ്നേഹപൂർവ്വം ബാബു, ചിത്രാലയ, കുറ്റിപ്പുറം. ഓക്കെ, താങ്ക് യു.